ഹായ് നമസ്കാരം. എൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുമായിട്ട് ഓരോ വർഷത്തെ കണക്കെടുപ്പ് നോക്കുമ്പോൾ ഇപ്പോൾ അധികമായിട്ടുണ്ട് കുഴഞ്ഞു വീണ് മരിക്കൽ. അതിനെക്കുറിച്ചാണ്. അത് നമുക്ക് തടയാനായിട്ട് ഒരു ചെറിയൊരു കാര്യം, നമ്മളിപ്പോൾ എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോണ്, പിന്നെ ഐഫോണ്, അങ്ങനെയുള്ള പലതരം ഫോണുകളും നമ്മുടെ കൈകളിലുണ്ട്. 2 സ്മാർട്ട് ഫോൺ മേടിക്കാൻ ചിലവാക്കുന്ന ക്യാഷ് മതി ഇങ്ങനെയുള്ള മരണങ്ങൾ ഒഴിവാക്കാനായിട്ട്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആരും ഇതുവരെയും ഒരു വീഡിയോ ഇട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ ജീവന് അത്രയും വാല്യൂ ഇല്ലെന്നാണോ അതിനർത്ഥം? നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ ഓരോ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്, വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വക കാര്യങ്ങൾ ഇതുവരെയും ഇങ്ങനെ ഒരു സൂത്രണമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ നമുക്ക് മരണത്തെ, ഈ കുഴഞ്ഞു വീണ് മരിക്കുന്നതിനെ നമുക്ക് തടയാൻ സാധിക്കും എന്നുള്ള കാര്യം ഇതുവരെ ആരും അങ്ങനെ ഒരു വീഡിയോ ഇട്ട് കാണിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ കണ്ടിട്ടുമില്ല, എൻ്റെ അറിവിലില്ല. അപ്പോൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഒരു ഇലക്ട്രിക് മെഷീനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കേരളത്തിലുടനീളം അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് തന്നെ നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡോ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളുണ്ടല്ലോ, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, അല്ലാതെ ഹോസ്പിറ്റൽ സൈഡൊന്നും വേണ്ട, ഹോസ്പിറ്റൽ സൈഡാണെങ്കിൽ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, അവിടെ അതിനകത്ത് യന്ത്രങ്ങളും ഉണ്ടാകും. പക്ഷേ ഇത് എല്ലാവരും ഈ ഇലക്ട്രിക് മെഷീൻ ചെയ്യുന്ന പരിപാടികൾ, ഈ ഇലക്ട്രിക് മെഷീൻ ഉണ്ടെങ്കിൽ അധികം നമ്മൾ എന്താ ചെയ്യുക, ഈ ഇലക്ട്രിക് മെഷീൻ വെച്ച് നമ്മൾ പഠിച്ച് ചെയ്യണം അങ്ങനെയൊന്നും ഉള്ള കാര്യമല്ല. ഏതൊരു സാധാരണക്കാരനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെത്താണ് ഈ ഇലക്ട്രിക് മെഷീനിലുള്ളത്. അങ്ങനെയുള്ള ഒരു സംഭവം ഇതുവരെ ആരും, എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് ആവട്ടെ അല്ലെങ്കിൽ തന്നെ നമ്മുടെ പബ്ലിക് ആവട്ടെ, ഇതുവരെയും അങ്ങനെ ഒരു സംഭവം ഇതുവരെയും പുറത്തേക്ക് വിടുന്നില്ല. അതെന്തുകൊണ്ട്? ഇപ്പോൾ എത്രയോ സ്ഥലങ്ങളിൽ, അതായത് ഇപ്പോൾ ഞാൻ ഈ ഓണത്തിന് തന്നെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ഒരു വൈബ് സോങ്ങും പാടിക്കൊണ്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ സ്റ്റെപ്പുകൾ ഇട്ടുകൊണ്ട്, നല്ല കിടിലമായിട്ട് സ്റ്റെപ്പുകൾ ഇട്ടുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാൾ അറിയുന്നില്ല അയാളുടെ ഫ്രണ്ടിൽ, അയാളെ തൊട്ട് ഫ്രണ്ടിൽ മരണം വന്ന് നിൽക്കുകയാണെന്ന്. അയാൾ വൈബ് മൂഡ്, ഓണം മൂഡ് എന്ന് പറഞ്ഞ് ആ സ്റ്റെപ്പ് എടുക്കുന്ന ആ നിമിഷം തന്നെ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെ തന്നെ ഒത്തിരി പേര് ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരണമടയുന്നു. ഈ കുഴഞ്ഞു വീണ് മരണത്തിന് ഒത്തിരി പേര് കണ്ടുപിടിക്കുന്ന കാരണങ്ങൾ വാക്സിനാണ്. കോവിഡ് വന്നതിന് ശേഷം നമ്മൾ വാക്സിൻ എടുക്കുന്നത്, ഓക്കെ, അതെന്തോ ആയിക്കൊണ്ടോട്ടെ, അത് വേറൊരു സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റ് അവിടെ നിൽക്കട്ടെ. പക്ഷേ നമുക്ക് നമ്മുടെ പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഹോസ്പിറ്റലിന് കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു ഇലക്ട്രിക് മെഷീൻ കൊണ്ട് സ്ഥാപിതമാക്കിയാൽ, ഇലക്ട്രിക് മെഷീൻ എന്ന് പറയുമ്പോൾ ആ ഒരു മെഷീൻ സ്ഥാപിതമാക്കിയാൽ പെട്ടെന്ന് കുഴഞ്ഞു വീണിട്ടുള്ള ആ ഒരു ഈ കുഴഞ്ഞു വീണിട്ടുള്ള മരണങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഫസ്റ്റ് അത് നോക്കാം. എങ്ങനെയാണ് നമ്മുടെ ഹാർട്ടിൻ്റെ ആ ഒരു ഇടുപ്പ്, അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു നിയന്ത്രണം വിടുമ്പോഴാണ് നമ്മൾ കുഴഞ്ഞു വീണ് പോകുന്നത്. അപ്പോൾ ആ ഹാർട്ടിൻ്റെ ഇടുപ്പ് നിയന്ത്രിതമാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്, നമ്മൾ സ്വയം നമ്മുടെ കൈ വെച്ചിട്ട് ഹാർട്ടിനോട് നല്ലോണം പ്രസ് ചെയ്യാൻ ഡോക്ടേഴ്സ് നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു നമുക്ക് ചിലപ്പോൾ നമ്മൾ കൈ കൊണ്ട് കൊടുക്കുന്നതിൻ്റെ ആ ഒരു യന്ത്രം അല്ലെങ്കിൽ ആ ഒരു പഞ്ച് മതിയാവില്ല. അപ്പോൾ ഈ ഇലക്ട്രിക് മെഷീന് നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് ഇട്ടേക്കാം, അത് നിങ്ങൾ കണ്ടു നോക്കൂ. അതോടൊപ്പം തന്നെ നമുക്ക് AED എന്ന് പറയുന്ന ഒരു മെഷീനാണ്, അതായത് ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡെഫിബ്രില്ലേറ്റർ എന്ന് പറയുന്ന ഒരു മെഷീനാണ്. ആ മെഷീന് ഓരോ ജംഗ്ഷനിൽ അല്ലെങ്കിൽ ഓരോ പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ കുറച്ച് ഡിസ്റ്റൻസ് അനുസരിച്ച് ആ ഒരു മെഷീൻ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ജീവനുകളെ നമുക്ക് രക്ഷിക്കാനാകും. അതിന് വേണ്ട ചിലവെന്ന് വെച്ചാൽ അധികം ചിലവൊന്നുമില്ല. ഞാൻ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ കൈകളിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ, 2 ഫോൺ വാങ്ങുന്ന ചിലവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്രയോ പൈസകൾ, നമ്മുടെ നാട്ടിൽ ഒരുപാട് പരിവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വികസനങ്ങൾക്ക് ഇടയിൽ നമ്മുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഇപ്പോഴത്തെ ഈ സൂര്യൻ ചൂട് എപ്പോൾ കയറുന്നു എപ്പോൾ തണുപ്പ് വരുന്നൊന്നും പറ്റാത്തൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ. അങ്ങനത്തെ ഒരു കാലാവസ്ഥയിലോട്ടാണ് പോകുന്നത്. നമുക്കിപ്പോൾ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അത്രയും ചൂടുണ്ട്. ഈ സമയത്ത് ഒരുപാട് പേർക്ക് ഇതുപോലെ ഹാർട്ട് സ്തംഭിച്ച് പോകുന്നത് ഉള്ള അനുഭവങ്ങൾ ഒത്തിരി പേർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ
ഹാർട്ടിന് പ്രശ്നം വന്ന് നമ്മളിപ്പോൾ ഹാർട്ടിനെ നിയന്ത്രണം വിട്ട് നമ്മൾ കുഴഞ്ഞ് വീഴുകയാണെങ്കിൽ അപ്പോൾ തന്നെ കുറച്ച് സമയങ്ങൾക്കകത്ത് തന്നെ നമ്മുടെ ബ്രെയിന് മരവിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ജീവൻ അങ്ങോട്ട് നഷ്ടപ്പെടാൻ തുടങ്ങും. ആ സമയം കൊണ്ട് നമ്മൾ ഈ കുഴഞ്ഞ് വീഴുന്ന രോഗിയും കൊണ്ടും നേരെ ആംബുലൻസ് വരാൻ വെയിറ്റ് ചെയ്ത് ആംബുലൻസിൽ കയറ്റി പിന്നെ അതിന് ശേഷം ഹോസ്പിറ്റലിൽ എത്തിച്ച് പിന്നെ ഡോക്ടേഴ്സ് അതിനെ ചെക്ക് ചെയ്യുന്ന സമയം കൊണ്ട് ആൾ തീർന്നിട്ടുണ്ടാകും. പക്ഷേ ഇത് ഓരോ തെരുവിലും ഇതുപോലത്തെ ഒരു മെഷീൻ വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത് നമ്മുടെ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട ഒരു നല്ലൊരു കാര്യമാണ്. ഇങ്ങനെ ഓരോ മെഷീൻ വെക്കുകയാണെങ്കിൽ ഇതിനിപ്പോൾ MBBS വരെ പഠിക്കേണ്ട ആവശ്യമില്ല ആ യന്ത്രം ഉപയോഗിക്കാനും. സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് സംഘടിപ്പിച്ച് വെച്ചേക്കുന്നത്. നമ്മുടെ വെസ്റ്റേൺ കൺട്രിയിലൊക്കെ ഇത് ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ ഉള്ളതായിട്ടാണ് അറിവ്. അതുപോലെ നമ്മുടെ ഈ കേരളത്തിനകത്തും നമ്മുടെ ഇന്ത്യക്കകത്തും ഈ 55,000 രൂപ മുതൽ, അതിൻ്റെ ചിലവ് വെറും 55,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപയ്ക്കകത്തേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു 2 സ്മാർട്ട് ഫോൺ മേടിക്കുന്ന ക്യാഷാണിത്. പക്ഷേ എത്ര ജീവനുകളെ രക്ഷിക്കാം. എന്തുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മുന്നറിയിപ്പുകളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വികസനമോ ആരും ഇത് ഇടുന്നതായിട്ട് കാണുന്നില്ല? ഒന്ന് ചിന്തിച്ച് നോക്കൂ, എത്ര ജീവനുകളെ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഓരോ വീഡിയോ ഈ നല്ലവണ്ണം അവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. ഇന്നലെ ഒരു വീഡിയോ കണ്ടായിരുന്നു. ഒത്തിരി നല്ലവണ്ണം അവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കറിയില്ല തൊട്ടടുത്ത് മരണം വന്ന് നിൽക്കുകയാണെന്ന്. ഈ നിമിഷം തന്നെ മരണം കൊണ്ടുപോകുമെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നില്ല. അപ്പം തന്നെ വന്ന് ഒരു കുഴഞ്ഞു വീഴക്കം. ആ കുഴഞ്ഞു വീഴക്കത്തിലൂടെ ഔട്ടാവുകയാണ്. അപ്പോൾ അവർ ഇനിയും ജീവിതത്തിൽ ആ സമയത്ത് പോകേണ്ടവരൊന്നുമല്ല. നമുക്ക് അത് വിധി പോലെ നടക്കട്ടെ. പക്ഷേ വേണ്ട സംരക്ഷണം നമ്മൾ ഓരോരുത്തരും മുൻകൈ എടുത്ത് പ്രവർത്തിക്കണ്ടേ? അതോടൊപ്പം നമ്മുടെ ഗവൺമെൻറ്റും. എൻ്റെ ഒരു അറിവ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നിങ്ങൾക്ക് കമൻസായിട്ട് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലൈക്കും കമൻസും ചെയ്യുക. ബെല്ലൈക്കനും കൂടെ അമർത്തിയേക്കണം കേട്ടോ. ഞാൻ ആ മെഷീനെ കുറിച്ചുള്ളൊരു വീഡിയോ വീഡിയോ ഇട്ട് തന്നെ ഇട്ടേക്കാം, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത്. നമ്മുടെ ചുറ്റിലും നടക്കുന്ന ചെറുപ്പക്കാരിലെ ഈ കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ തടയാൻ വളരെ ലളിതമായിട്ടുള്ള ഒരു മെഷീനിന് സാധിക്കും. ഒരു 2 സ്മാർട്ട് ഫോണിന്റെ വില മാത്രം വരുന്ന ഈ മെഷീൻ നമ്മുടെ പബ്ലിക് സ്പേസുകളിൽ വെക്കുകയാണെങ്കിൽ, ജിമ്മുകളിൽ വെക്കുകയാണെങ്കിൽ, ജോലി സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ, റെയിൽവേ സ്റ്റേഷനിൽ വെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള മരണങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് തടയാൻ സാധിക്കും. ഈ മെഷീൻ ഉപയോഗിക്കാൻ പ്രത്യേക ട്രെയിനിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. ഈ മെഷീൻ ഉണ്ടായാൽ മാത്രം തന്നെ ഈ മെഷീൻ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തോളൂ. എന്താണ് ഈ മെഷീൻ എന്നുള്ളതും ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതും ഇതിന്റെ ഏറ്റവും വലിയ ഉപയോഗം എന്താണെന്നുള്ളതും ഇതെങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ മെഷീനെ കുറിച്ച് ഒരു സോഷ്യൽ മീഡിയയിലെ ചർച്ചയിലും ആരും പറയുന്നത് കേൾക്കാറില്ല. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ മെഷീനെ കുറിച്ച് ആർക്കും വലിയ അറിവില്ല. ഇന്ത്യയിൽ ഓരോ ദിവസവും 2000-ലധികം ആളുകൾ ചെറുപ്രായത്തിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്നാണ് കണക്ക്. ആരോഗ്യരംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളത്തിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. പെട്ടെന്നുള്ള കുഴഞ്ഞു മരണം, സഡൻ കാർഡിയക് അറസ്റ്റ്, ഇതിന് 2 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തത്, ഇതൊരു ഇലക്ട്രിക്കൽ എമർജൻസിയാണ്. ഹൃദയത്തിന്റെ മിടിപ്പ് കുറച്ചു നേരത്തേക്ക് താളം തെറ്റുന്ന ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അവസ്ഥ. അതല്ലാതെ ഹൃദയത്തിന്റെ പ്ലംബിംഗ് പ്രശ്നമല്ല, രക്തോട്ടത്തിന്റെ പ്രശ്നമല്ല. ഇതൊരു ഇലക്ട്രിക്കൽ പ്രശ്നമായതുകൊണ്ട് തന്നെ ഇത് സോൾവ് ചെയ്യണമെങ്കിലും ഒരു ഇലക്ട്രിക്കൽ മെഷീൻ തന്നെ വേണം. രണ്ടാമത്തെ കാര്യം, റെസ്പോൺസ് ടൈമിലുള്ള പ്രശ്നങ്ങൾ. നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തി കുഴഞ്ഞു വീടാണെങ്കിൽ അയാളെ ആംബുലൻസ് വന്ന് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അയാളുടെ ബ്രെയിന് ഡെഡ് ആയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള മെഷീനാണ് AED, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഏതൊരു വ്യക്തിക്കും സാധാരണക്കാർക്കും കൊടുക്കാവുന്ന ഒരു ചികിത്സ ഈ മെഷീൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. താളം തെറ്റിയ ഹൃദയത്തിന്റെ കറണ്ടിനെ സോൾവ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ മെഷീൻ. എന്താണ് AED മെഷീൻ? ഇത് കയ്യിൽ കൊണ്ടു നടക്കാവുന്ന ഒരു ചെറിയ മെഷീനാണ്. നമ്മൾ കുഴഞ്ഞു വീണ രോഗിയുടെ നെഞ്ചിൽ ഈ മെഷീനിന്റെ പാഡുകൾ കണക്ട് ചെയ്യുമ്പോൾ ഈ മെഷീൻ ഹൃദയമിടിപ്പിന്റെ ECG സ്വയം അനലൈസ് ചെയ്തിട്ട് തീരുമാനങ്ങൾ എടുത്ത് നെഞ്ചിനകത്തേക്ക് ഷോക്ക് കൊടുക്കുകയാണ്. വെറും 8 സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഹൃദയത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഷോക്ക് ചികിത്സ ഈ മെഷീനിൽ നിന്ന് കിട്ടുകയാണ്. രോഗി നമ്മുടെ കൺമുമ്പിൽ വെച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്, കണ്ണു തുറക്കുകയാണ്. ഇതൊരു മാജിക് മെഷീനാണ്. വെസ്റ്റേൺ കൺട്രീസിലെല്ലാം ഈ
മെഷീൻ എല്ലാ പബ്ലിക് സ്പേസുകളിലും നിർബന്ധമായും ലഭ്യമാണ്. ഇന്ത്യയിലും കേരളത്തിലും ഇത് വേണ്ട രീതിയിൽ ലഭ്യമല്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. ഒരു നല്ല AED മെഷീൻ വാങ്ങാനുള്ള ചെലവ് 55,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ മാത്രമായിരിക്കും. ഇന്ത്യയിൽ മൊത്തം 7 ലക്ഷത്തിലധികം ആളുകൾ എല്ലാ വർഷവും കുഴഞ്ഞു വീണു മരിക്കുന്നു എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ ഇത് വളരെ ചെറിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. എല്ലാ പബ്ലിക് സ്പേസുകളിലും ഈ മെഷീൻ ഗവൺമെന്റ് ലഭ്യമാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം. അതുപോലെ തന്നെ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓരോ ജിമ്മിലും ഓരോ സ്കൂളിലും ഓരോ ഫ്ളാറ്റ് കോംപ്ലക്സുകളിലും ഈ മെഷീൻ നമ്മൾ കൂട്ടായി ചേർന്ന് വാങ്ങിച്ചു വെക്കുക. അതുപോലെ പബ്ലിക് സ്പേസുകളിലും മാളുകളിലും ഈ മെഷീൻ ഗവൺമെന്റ് ഇൻസ്റ്റാൾ ചെയ്യുക.